ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നൊക്കെ നമ്മൾ നടന്നു കയറുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയേണ്ട, അന്നേരമാണ് ശരിക്കും ആ ഒരു വണ്ടിയുടെ ഭംഗി അറിയുന്നത്. വെയിലടിക്കാത്ത പോർഷൻ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഷോപ്പിൻ്റെ പേര് 02 ഗാരേജ് ആണ്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം പള്ളിമുക്കാണ്. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അടുത്ത് ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഐഡിയ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വേണ്ട കറൻ്റ്ലി നമുക്ക് നടക്കുന്ന പ്രോജക്ട്സ് ഒരുപാട് നടപ്പുണ്ട്. അപ്പോൾ ഇനി ഉടനെ നിങ്ങൾ കാണാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട ഒരു ഇന്നോവ ടൈപ്പ് 4 കൺവേർഷൻ നടക്കാൻ പോവുകയാണ്. കാണിച്ചിട്ടാണ് ഈ കിടക്കുന്ന ഇന്നോവ നമ്മൾ ടൈപ്പ് 4 ആക്കാൻ പോകണം. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ വരും. പിന്നെ ഈ കിടക്കുന്ന കോൾസ്, ഈ ഒരു കോൾസ് നമ്മൾ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഒരു കിഡിലം ഒരു പ്രോജക്റ്റാക്കി ഇറക്കാൻ പോകണം. ലൈക്ക് വലിയ സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വരും. ഇവിടെ താറ് കിടപ്പുണ്ട്, പിന്നെ അതിനപ്പം നമുക്ക് ലാൻസർ കിടപ്പുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഇട്ടേക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ഇട്ടേക്കുക. കാരണം ഇൻസ്റ്റഗ്രാമിലായിരിക്കും അന്നേരമുള്ള കൊച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഗൈസ് ഫൈനലി എല്ലാവരും പറഞ്ഞ നമ്മുടെ പ്രസ് താണ്ട് വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരും പറഞ്ഞായിരുന്നു ഈ വണ്ടി കണ്ടിട്ട് മറ്റേ ടാക്സി കളർ പോലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യെല്ലോയും നമ്മളിതിനകത്ത് പെയിൻറ്റ് ചെയ്തേക്കുന്ന ആ ഒരു യെല്ലോ പെയിൻറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മളിതിനകത്ത് അടിച്ചേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് യെല്ലോ എന്നും പറഞ്ഞൊരു കസ്റ്റം കളറാണ് നമ്മളിതിനകത്ത് അടിച്ചേക്കുന്നത്. ഡ്യുവൽ ടോണിലാണ് വണ്ടി ഫിനിഷ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കറക്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ടാണെങ്കിൽ പോലും ഫീൽ ചെയ്യണമെങ്കിൽ വണ്ടി ഡയറക്റ്റ് വെയിലത്ത് ഇടുമ്പോഴത്തേക്കാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ദാണ്ട് ഈ ഒരു വെയിൽ അടിക്കുന്ന സെക്ഷനും വെയിൽ അടിക്കാത്ത സെക്ഷനും നോക്കി നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കൂടെ കാണുമ്പോഴത്തേക്ക് പിന്നെയും ഭയങ്കര ഒരു യെല്ലോ ആ ഒരു ഷെയ്ഡാണ് കാണുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതാണ്ട് അടുത്തേക്ക് പോകണമെങ്കിൽ കണ്ട വേറെ ഒരു ഫിനിഷാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നേരിട്ട് ഈ വണ്ടി കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ വണ്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേരും ഈ ഒരു വണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഈ ഒരു വണ്ടിയുടെ റോഡ് പ്രസൻസ്. അപ്പം ഇനി വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തേക്കുന്നത് ആസ് ഓൾവേസ് നമ്മുടെ 02 ഗാരേജിൽ നിന്നാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ബ്രസ്സിക്കകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഗ്രേ കളറിലാണ് നമ്മൾ പോയി കണ്ടപ്പോഴത്തേക്ക് വണ്ടി കിടന്നത്. ആ ഗ്രേ കളറിൽ നിന്ന് മാറ്റി കംപ്ലീറ്റ്ലി ഒരു വോൾക്കാനിക് യെല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരു കളറിലേക്ക് നമ്മൾ ദാണ്ട വണ്ടി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് വണ്ടി ഭയങ്കര കിടിലം ഒരു യെല്ലോ കളറാണിത്. കാരണം നോർമൽ യെല്ലോയും കാട്ടിയിട്ട് നല്ലൊരു വ്യത്യാസമുണ്ട് ഈ ഒരു കളറിലേക്ക്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ താണ്ടി ഒരു ഗ്രില്ല് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒരു മെഷ് ഗ്രില്ലാക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ 4 ഹമ്മർ ലൈറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആ ഒരു ബമ്പർ ആ ഒരു പോർഷൻ ആ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ആക്ച്വലി ഒരു എന്താ പറയുന്നത് കുറച്ചും കൂടെ വണ്ടി ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട് നേരത്തെ തന്നെ കാട്ടിയിട്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ഗ്രേ ആണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്പർ പ്ലേറ്റ് മേളിലായിട്ട് താഴോട്ടും ഗ്രേ നിങ്ങൾക്ക് ആ ഒരു ഗ്രേ ഫിനിഷ് കാണാം. ഈ ഒരു സെക്ഷൻ ഈ ഒരു ക്ലാഡിങ് സംഭവങ്ങളൊക്കെ നമ്മൾ താണ്ട ബ്ലാക്കിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഫോഗ് ലാംപ്സിൻ്റെ അവിടെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അലോയ്സ് ആക്ച്വലി സ്റ്റോക്ക് അലോയ് തന്നെയാണ് കിടക്കുന്നത്. സ്റ്റോക്ക് അലോയ്ക്ക് നമ്മൾ ബ്ലാക്കിലേക്ക് നമ്മൾ മാറ്റിയെന്നേ ഉള്ളൂ. ഇത് ഗ്ലോസ് ബ്ലാക്കിലേക്ക് മാറ്റി. അകത്തുള്ള കാലിബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റെഡ് കളറിലേക്കാണ് മാറ്റിയേക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഹബ്ബും നമ്മൾ താണ്ട റെഡ് കളറിനാക്കിയിട്ടുണ്ട്. അതൊരു ഡിസ്റ്റൻസിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു നൈസ് വ്യൂ ആണ്. കാരണം എത്രത്തോളം ആ വണ്ടീനെ സ്റ്റോക്കായിട്ട് നിർത്താൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം നമ്മൾ സ്റ്റോക്കായിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വണ്ടി കസ്റ്റം ചെയ്തേക്കുന്നത്. കണ്ട ആ ഒരു സംഭവം നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി നൈസ് ഒരു ലുക്കാണ്. പിന്നെ ആ ഗ്ലാസ് എല്ലാം 50% ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ വൈസർ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മിററും ദാണ്ട് ഈ ഒരു പോർഷൻ മേലോട്ടും നമ്മൾ ഫുള്ള് ബ്ലാക്കാണ് ചെയ്തേക്കുന്നത്. ഡ്യുവൽ ടോൺ വേരിയൻറ്റിലാണ് വണ്ടി ഫിനിഷ് ചെയ്തേക്കുന്നത്. പേൾ ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. ദാണ്ട് അതിനകത്ത് ചെറിയ മറ്റേ ആ ഒരു തരി എഫക്റ്റ് ഉണ്ടല്ലോ കണ്ട. അത് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആക്ച്വലി നേരിട്ട് പൊടി നേരിട്ട് കാണുമ്പോഴത്തേക്ക് കണ്ട ചെറിയൊരു തിളക്കമുണ്ട്. അത് നേരിട്ട് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗി മനസ്സിലാവുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂഫ് റീലുണ്ട്. ഈ റൂഫ് റീൽ ഫുള്ള് നമ്മൾ ഗ്രേ കളറിലാണ് ഫിനിഷ് ചെയ്യുന്നത്. ആക്ച്വലി ഇതായിരുന്നു വണ്ടിയുടെ കളറ്. അതിൽ നിന്നാണ് നമ്മൾ ദാണ്ട് ഈ ഒരു കളറിലേക്ക് മാറ്റിയത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. സൈഡിലത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ദാണ്ട് ഈ ഒരു പോർഷനൊക്കെ ക്ലാഡിങ് ഫുള്ള് നമ്മൾ ബ്ലാക്കിലും ഈ ഒരു പോർഷൻ കണ്ട ഇത് നമ്മൾ ഗ്രേയിലുമാണ് വെച്ചേക്കുന്നത്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഗൈസ് ഇത് 3 ഷെയ്ഡാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. യെല്ലോ അതായത് നമ്മുടെ വോൾക്കാനിക് യെല്ലോ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലോസ് ബ്ലാക്ക് വന്നിട്ട് ഗ്ലോസ് ബ്ലാക്ക് അല്ല നമ്മൾ ഈ ഒരു പേൾ ബ്ലാക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രേ പോർഷൻ കണ്ട നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ഗ്രേ പോർഷൻ അതേ കണക്ക് തന്നെ നിർത്തിയിട്ടുണ്ട്. ആക്ച്വലി അതായിരുന്നു നമ്മുടെ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത് ഒരുപാടിട്ട് പണിയാതെ എങ്കിൽ നമ്മളെ വണ്ടി പുറത്തേക്ക് ഇടുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. ഈ ഒരു കളർ അടിച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടിടുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു വെയിലത്ത് തന്നെ നമ്മൾ ഇട്ടേക്കുമ്പോഴത്തേക്ക് വണ്ടി ഭയങ്കരമായിട്ട് അങ്ങ് തിളങ്ങി അങ്ങ് നിൽക്കുവാണ്.
പിന്നെ ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ കളർ അടിച്ചേക്ക് നമ്മുടെ ടാക്സി കളർ പോലാണ് കിടക്കുന്നതെന്ന്. ആക്ച്വലി ടാക്സി കളർ പോലെയല്ല, നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഈ ഒരു വണ്ടി നേരിട്ട് കാണുമ്പോഴത്തേക്ക്. ഇത് കണ്ട ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നൈസ് ഒരു ലുക്കാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. താണ്ട് ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഈ ഒരു പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ ആ ഒരു പേൾ ബ്ലാക്ക് ആണ്. അതിനകത്ത് ചെറിയ ഇത് കണ്ട. ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ കളർ നോക്കി എന്താണ് പറയുന്നത്, ഒരു ഡാർക്ക് ഒരു ഷെയ്ഡിലേക്കാണ് പിന്നെ അത് പോകുന്നത്. ഗ്ലാസ് എല്ലാം 50% ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ഉൾപ്പെടെ നമ്മുടെ റൂഫ് ഫുള്ള് ഗ്ലോസ് ബ്ലാക്ക് ലൈക്ക് പേൾ ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. ഈ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ താണ്ട താഴത്ത് ഈ ഒരു പോർഷനും ഗ്രേ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും ഗ്രേ ആണ്. ഈ ഒരു ക്ലാഡിങ് നമ്മൾ ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. റിവേഴ്സ് ക്യാമറ ആക്ച്വലി ഇനി ഇൻസ്റ്റാൾ ചെയ്തേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ട ആ ഒരു തിരക്കിൽ ലൈക്ക് ഈ ഒരു വെയിൽ വന്നപ്പോഴത്തേക്കാണ് കറക്റ്റ് വീഡിയോയ്ക്ക് അത് സ്ട്രൈക്ക് ചെയ്യുന്നത്. അല്ല നമുക്ക് വീഡിയോയിലേക്ക് ഈ ഒരു വണ്ടിയുടെ കളർ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെയിൽ വന്നപ്പോഴത്തേക്ക് അതിനടുത്ത് ഇപ്പം റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ ഈ ഒരു വിറ്റാറ ബ്രസാന്ന് എഴുതിയേക്കുന്ന ഈ ഒരു സംഭവം കണ്ട, ഇവിടെ നമ്മൾ ആ ഒരു സെയിം ബ്ലാക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നൈസ് ലുക്കാണ്. പറയാനായിട്ട് മെയിനായിട്ടും ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താണ്ട ഒരു ബബിളിൻ്റെ ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സൊക്കെ താണ്ട. ഇതാണ് ഇൻറ്റീരിയറിലേക്കൊക്കെ നമുക്ക് വലുതായിട്ട് അങ്ങനെ പറയാനും കാണിക്കാനൊന്നുമില്ല. ഇൻറ്റീരിയർ താണ്ട ഇങ്ങനെയാണ് എൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ജസ്റ്റ് നോർമൽ തന്നെ നമ്മളെല്ലാ വണ്ടിയിലൊക്കെ ചെയ്യുന്ന പോലെ നോർമൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റ് ജോബാണ് എടുത്ത് പറയാനുള്ളത്. കണ്ട എത്രത്തോളം അത് ഭംഗി അത് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു വോക്ക് അറൗണ്ട് താണ്ട കാണിച്ചു തരാം. കണ്ട ഇതാണ് വണ്ടിയുടെ വോക്ക് അറൗണ്ട് ലുക്ക്. ഞാൻ ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടി താണ്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ ഇട്ടേക്കുവാണ്. നമ്മൾ ഡിസ്റ്റൻസിൽ നടന്നു വരുമ്പോഴത്തേക്ക് ഈ വണ്ടി എങ്ങനെയാണ് കാണുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ താണ്ട ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നൊക്കെ നമ്മൾ നടന്നു കയറുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയേണ്ട. അന്നേരമാണ് ശരിക്കും ആ ഒരു വണ്ടിയുടെ ഭംഗി അറിയുന്നത്. വെയിലടിക്കാത്ത പോർഷൻ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളെ വണ്ടിയൊക്കെ കസ്റ്റം ചെയ്യണം. ഇപ്പോൾ അതെല്ലാം ഇപ്പം നിങ്ങളൊരു പ്രശ്നമുണ്ട്, അത് ഇത് സെയിം ഈ പെയിൻറ്റിലേക്ക് മാറ്റണം, ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഷോപ്പിൻ്റെ പേര് 02 ഗാരേജ് ആണ്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം പള്ളിമുക്കാണ്. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കും ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കിഡില്ല ഇനി അടുത്ത് ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഐഡിയ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ താണ്ട കറൻ്റ്ലി നമുക്ക് നടക്കുന്ന പ്രോജക്ട്സ് ഒരുപാട് നടപ്പുണ്ട്. അപ്പോൾ ഇനി ഉടനെ നിങ്ങൾ കാണാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താണ്ട ഒരു ഇന്നോവ Type 4ലേക്ക് കൺവേർഷൻ നടക്കാൻ പോവുകയാണ്. കാണിച്ചു കാണാം. ഈ കിടക്കുന്ന ഇന്നോവ നമ്മൾ Type 4ലേക്ക് ആക്കാൻ പോകണം. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ വരും. പിന്നെ ഈ കിടക്കുന്ന കോൾസ്, ഈ ഒരു കോൾസ് നമ്മൾ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഒരു കിഡില്ലം ഒരു പ്രോജക്റ്റാക്കി ഇറക്കാൻ പോകണം. ലൈക്ക് വലിയ സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വരും. ഇവിടെ താറ് കിടപ്പുണ്ട്. പിന്നെ അതിനപ്പം നമുക്ക് ലാൻസർ കിടപ്പുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഇട്ടേക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ഇട്ടേക്കുക. കാരണം ഇൻസ്റ്റഗ്രാമിലായിരിക്കും അന്നേരമുള്ള കൊച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ അടുത്ത കിഡിലൊരു വീഡിയോ കാണുന്നത്.